ഹെഡ്സവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ഇ.പി. ജയരാജനെതിരെ വാർത്താ സമ്മേളനം നടത്താൻ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് സരിത. എല്ലാം നിയന്ത്രിച്ചത് തമ്പാനൂർ രവി. രവിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ എല്ലാം അറിയാം. രവി സാർ എല്ലാ എവരി കാര്യങ്ങളിലും സാർ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് മുമ്പോട്ട് വരുന്നത്. ബെന്നി ബെഹനാൻ സാറും രവി സാറും. സരിതയുടെ ക്രോസ് വിസ്താരം തുടർന്നു. കഴിഞ്ഞാൽ ഉടൻ തെളിവ് കൈമാറും. സരിത പറഞ്ഞതിൽ ശരികളുണ്ടെന്ന് ബിജു. വിജിലൻസ് മേധാവി UDFന്റെ ബാല്യക്കാരനായി മാറിയെന്ന് VS. SP സുകേശിനെതിരായ നീക്കം ഗൂഢാലോചന. സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ച തമ്പാനൂർ രവിക്കെതിരെ കേസ് വേണമെന്ന VSന്റെ ആവശ്യം പോലീസ് നിരാകരിച്ചു. കണക്കിന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെക്കുറിച്ചും ഉള്ള ആക്ഷേപം വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനെ തുണച്ച് AK ആന്റണി. കാരായി രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദം രാജിവെച്ചു. ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് രാജിയെന്ന് രാജൻ. വൈസ് പ്രസിഡന്റിനു പകരം ചുമതല. കാരായി ചന്ദ്രശേഖരന്റെ രാജിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് CPIM. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കാൻ വിദഗ്ധ സമിതി സുപ്രീംകോടതിയുടെ അനുമതി തേടി. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിലവറ തുറക്കേണ്ടത് അനിവാര്യം. മ്യൂസിയം തുറക്കുന്നതിലും കോടതി തീർപ്പ് പറയണമെന്ന് വിദഗ്ധ സമിതി. IPL താരലേലത്തിൽ സഞ്ജു V. സാംസൺ 4 കോടി മൂല്യത്തോടെ ദില്ലിയിലേക്ക്. ഉയർന്ന വില ഷെയ്ൻ വാട്സന്. ബാംഗ്ലൂർ സ്വന്തമാക്കിയത് 9.5 കോടിക്ക്. യുവരാജ് സിംഗ് ഹൈദരാബാദിൽ. ഡ്വെയ്ൻ സ്മിത്ത് ഗുജറാത്തിന് വേണ്ടി കളിക്കും. വിശദമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കാരായി രാജൻ രാജിവെച്ചു. ഫസൽ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് കണ്ണൂരിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടി രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനിടെ തലശ്ശേരി നഗരസഭാ ചെയർമാൻ സ്ഥാനം കാരായി ചന്ദ്രശേഖരൻ അടുത്ത ദിവസം തന്നെ രാജിവെക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് കാരായി രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. നിയമ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റും തീരുമാനമെടുത്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ടെത്തിയാണ് കാരായി രാജൻ രാജിക്കത്ത് സമർപ്പിച്ചത്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നും കാരായി രാജൻ പ്രതികരിച്ചു. പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് മത്സരിച്ചത്. പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ രാജിയും സമർപ്പിച്ചിട്ടുള്ളത്. ഞാനും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾക്ക് അർഹതപ്പെട്ട ന്യായമായ നീതി ലഭിച്ചിട്ടില്ല എന്ന കാര്യമുണ്ട്. പ്രസിഡന്റ് രാജിവെച്ച സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് VP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ താൽക്കാലിക സ്ഥാനം വഹിക്കും. അതിനിടെ തലശ്ശേരി നഗരസഭാ ചെയർമാൻ സ്ഥാനം കാരായി ചന്ദ്രശേഖരൻ അടുത്ത ദിവസം രാജിവെക്കും. തിങ്കളാഴ്ച ചേരുന്ന CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി ചന്ദ്രശേഖരന്റെ രാജി ആവശ്യപ്പെടാനാണ് സാധ്യത. ഏറെ വിമർശനങ്ങൾക്കൊടുവിൽ മത്സരിച്ച് വിജയിച്ച കാരായിമാർ കോടതിക്ക് മുന്നിൽ പരാജയപ്പെട്ട് സ്ഥാനമാനങ്ങൾ ഒഴിയുമ്പോൾ CPM വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. റിപ്പോർട്ടർ, കണ്ണൂർ. CPM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ, JR പത്മകുമാർ BJP വക്താവ്, K സുരേന്ദ്രൻ DCC പ്രസിഡന്റ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ MV ജയരാജൻ, CPMന്റെ തന്ത്രം ഒരിക്കൽ കൂടി പാളുകയാണ്. മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കോടതിയെ മറികടക്കാം എന്ന പ്രതീക്ഷ താളം തെറ്റിയിരിക്കുന്നു. സാധാരണഗതിയിൽ നിരപരാധിയായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആ അപേക്ഷ കൊടുത്തപ്പോൾ, നോമിനേഷൻ സമർപ്പിക്കാനുള്ള അനുമതിക്ക് വേണ്ടി ഒക്ടോബർ മാസം അപേക്ഷ കൊടുത്തപ്പോൾ ആ അപേക്ഷയിന്മേൽ കോടതി വ്യക്തമായി പറഞ്ഞു, നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകാൻ അനുമതി നൽകുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് നവംബർ 2-ന്, അത് 30-ാം തീയതിയോടുകൂടിയാണ്, ഒക്ടോബർ 30-നോടുകൂടിയാണ് അപേക്ഷ കൊടുക്കുന്നത്. 31-ാം തീയതി മുതൽ 3-ാം തീയതി വരെ അതിനിടയിൽ വോട്ടർമാരെ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനും അവരവരുടെ വോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൂടി കോടതി അനുവാദം കൊടുത്തു. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചവർ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഭാരവാഹി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോടതിയുടെ മുമ്പാകെ സാധാരണഗതിയിൽ അവരപേക്ഷിച്ചത്
ഭരണഘടനാപരമായ ചുമതല നിറവേറ്റാൻ വേണ്ടി അനുമതി നൽകണം. അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അത് ദൗർഭാഗ്യകരമായി പോയി. എം വി ജയരാജൻ, താങ്കൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധികളല്ല, നിയമത്തിന്റെ മുന്നിൽ കുറ്റാരോപിതരാണ്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായ രീതിയിൽ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ കോടതികൾക്ക് കഴിയൂ. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് CPM കുതന്ത്രം ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, ജയിപ്പിക്കുക, അവരെ ഭാരവാഹിത്വം ഏൽപ്പിക്കുക എന്നുള്ളത്. കോടതിക്ക് അത് ബാധകമല്ല എന്ന മുന്നറിയിപ്പല്ലേ ഇപ്പോൾ ജുഡീഷ്യറി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്, CPMന് നൽകിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ വാദത്തിന് സംബന്ധിച്ചു കഴിഞ്ഞാൽ കൈവെട്ട് കേസിലെ പ്രതിയായ ഒരാൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള അനുമതി കൊടുത്തു. മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞിട്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? ആ അനസിനൊരു നീതി, രാജന് മറ്റൊരു നീതി, അത് ശരിയല്ലല്ലോ. ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി കൂടി കാണുന്നു ശ്രീ K സുരേന്ദ്രൻ, CPM. കാരണം രണ്ടുപേരെ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ താങ്കൾക്ക് അംഗീകരിക്കാനാവുക? അല്ല, അതിന് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളുണ്ടല്ലോ. കോടതിയിലേക്ക് പോകാലോ. നിലവിൽ എത്രയോ കോടതികളുണ്ട്. ആ കോടതികളിലേക്ക് പോയി മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയതെങ്കിൽ ഈ പറയുന്ന CPMനും അതുപോലെ തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും എല്ലാം കോടതികളിലേക്ക് പോകാം. ഏത് കോടതിയിൽ പോയും അവരുടേതായ കാര്യങ്ങൾ വിശദീകരിക്കാനും അവർക്ക് ജാമ്യം കിട്ടാനും അവരെ കുറ്റവിമുക്തനാക്കാനും എല്ലാം ഉള്ള സംവിധാനം നിലവിലുണ്ടല്ലോ. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന, അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് CBI കോടതി വിധിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ണൂരിലേക്ക് കൊണ്ടുവരികയും അവരെ മത്സരിപ്പിക്കുകയും അവരെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കുകയും തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു നടപടി, ഒരു തെറ്റായ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ധിക്കാരപരമായ തീരുമാനം ജനങ്ങൾക്ക് മുമ്പിൽ CPM നൽകി. അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് കാരായി രാജൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നടപടിയാവുക ഒരുപക്ഷെ ശ്രീ MV ജയരാജൻ അത് നിഷേധിക്കുമായിരിക്കും. അതുകൊണ്ട് ആ നിഷേധത്തിലേക്ക് പോകാതെ തന്നെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരികയാണ്. അതെങ്ങനെയാണ് ധിക്കാരപരമാവുക? CPM വിചാരിക്കുന്നു കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധികളാണ്. അവർ നിരപരാധികളാണ് എന്നുള്ളത് ജനകീയ കോടതിയിൽ കൂടി തീരുമാനിക്കട്ടെ എന്ന് കരുതി ജനങ്ങളിലേക്ക് വിടുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ ഡിവിഷനുകളിൽ വിജയിക്കുന്നു. അവർ ഭൂരിപക്ഷ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമാകുന്നു. അതെങ്ങനെയാണ് ധിക്കാരപരമായ തീരുമാനം? ഇനി ഇവർ കുറ്റവാളികളാണ് എന്നാണ് ജനങ്ങൾ കരുതുന്നതെങ്കിൽ അവരെ തോൽപ്പിക്കുകയും അവരെ ഭൂരിപക്ഷ പ്രകാരം തിരഞ്ഞെടുക്കുകയും ചെയ്യാതിരിക്കുകയല്ലേ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? ഇത് ധിക്കാരപരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ പറഞ്ഞല്ലോ, ജനകീയ കോടതിയിൽ ജയിച്ചാൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കുറ്റം മാറുമോ? അങ്ങനെ ഒരു വല്ല വ്യവസ്ഥയുണ്ടോ? ജനകീയ കോടതിയിൽ ജയിച്ചു വന്നു എന്ന് പറഞ്ഞാൽ, പാട്യം ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ CPM ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ചെടുക്കാൻ കഴിയുന്ന പാർട്ടി ഗ്രാമമാണ്. പാർട്ടി ഗ്രാമത്തിൽ ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നാൽ അദ്ദേഹത്തിൻ്റെ കുറ്റമെല്ലാം മാറിയോ? CBI അദ്ദേഹത്തെ വെറുതെ വിടുമോ? പിന്നെ വാദമുഖങ്ങളൊന്നും വേണ്ടേ? എന്ത് രീതിയിലുള്ള ചോദ്യമാണ്? പൊതുസമൂഹം, കണ്ണൂരിലെ പൊതുസമൂഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണൂരിലെ വ്യത്യസ്ത രീതിയിലുള്ള CPMനകത്തുള്ള ഒരു വിഭാഗം പറഞ്ഞു, ഇടതുപക്ഷ മുന്നണിയിലെ CPI ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു. ഇതൊരു തെറ്റായ മെസ്സേജ് അല്ലേ? കൊലക്കേസിൽ പ്രതിയായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നു, കേസ് നടക്കുന്നു, CBI കോടതി എറണാകുളത്തുനിന്ന് വെടിയിലേക്ക് പോകരുത് എന്ന ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിക്കണം എന്നത് ധിക്കാരപരമായ ഒരു സമീപനമല്ലേ? ഇവർക്ക് മത്സരിപ്പിക്കണമെങ്കിൽ ഈ കേസിന്റെ വിധി വന്ന് അദ്ദേഹം കുറ്റവിമുക്തനായി വന്ന് വേണമെങ്കിൽ മത്സരിപ്പിക്കാമല്ലോ, നിയമസഭയിലോ പാർലമെന്റിലോ അങ്ങനെയല്ലേ? ശ്രീ JR പത്മകുമാർ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ MV ജയരാജൻ താങ്കൾ കൂടി അതിന് മറുപടി പറയുക. CPM അത് നിഷ്കർഷിച്ചിരുന്നു എപ്പോഴും.
ഇപ്പം ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ പ്രതിയായപ്പോൾ അന്നത്തെ പാർട്ടി നേതൃത്വം പറഞ്ഞത് ലാലു പ്രസാദ് യാദവ് ഞങ്ങളുടെ അലയാണ്, ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. പക്ഷേ ഒരു കുറ്റപത്രത്തിൽ പേര് വന്നതുകൊണ്ട് തന്നെ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായി തുടരരുത് എന്നാണ്. പിൽക്കാലത്ത് CPM ആരെയും അങ്ങനെ അനുവദിച്ചിരുന്നില്ല സ്വന്തം പാർട്ടിയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ തന്നെയും. മറ്റു പാർട്ടികളിൽ അങ്ങനെ ഒരു പ്രവണത സൃഷ്ടിക്കപ്പെടുമ്പോൾ CPM അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സ്വന്തം പാർട്ടിയിൽ ഒരു കൊലക്കുറ്റത്തിന് ആരോപണ വിധേയനായ ആളുടെ കാര്യം വന്നപ്പോൾ CPM അതെല്ലാം മറന്നു എന്ന് മാത്രമല്ല, അവർക്ക് സീറ്റ് നൽകിയെന്ന് മാത്രമല്ല, അവർക്ക് ഭാരവാഹിത്വം നൽകി ജുഡീഷ്യറിയെ മറികടക്കാനുള്ള ശ്രമവും നടത്തി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ എന്തോ ധിക്കാരം കാട്ടി എന്ന ആക്ഷേപമാണ്. ഒരു ധിക്കാരവും ഇടതുപക്ഷം കാട്ടിയിട്ടില്ല, CPM കാട്ടിയിട്ടില്ല. ശ്രീ കെ സുരേന്ദ്രനോട് പറയാനുള്ളത് വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്നാണ്. മമ്പറം ദിവാകരൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള ഒരാളാണ്. സ്വന്തം പാർട്ടിയുടെ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്ഥാനാർത്ഥിയാക്കി നിന്നവരാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ പറയുന്നത്. ഇത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധിയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല, ഒരു തെളിവുമില്ല, ഒരു വസ്തുതയുമില്ല. യഥാർത്ഥത്തിൽ RSSകാർ നടത്തിയ കൊലപാതകമായിരുന്നു. അത് പിന്നീട് വെളിക്ക് വന്നു. സംഘപരിവാറിലെ പൊട്ടിത്തെറിയെ തുറന്ന് സത്യം പുറത്തു വന്നു. ഇരിങ്ങാലക്കുടക്കാരോട് പ്രചാരകൻ ആസൂത്രണം ചെയ്ത കൊലയാണ്. അത് നാട്ടിലെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പ്രേരിതമായി കാരായി രാജനെയും ചന്ദ്രശേഖരനെയും പ്രതി ചേർക്കപ്പെടുകയായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റായി പോയി എന്ന ഒറ്റ കാരണത്താൽ. ഇനി ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. 5 വർഷത്തോളമായി കാരായി രാജനും ചന്ദ്രശേഖരനും ജയിലിലും ജന്മനാട്ടിൽ കയറാൻ കഴിയാത്ത വിധത്തിൽ മാറുകയാണ്. വിചാരണ നടത്തിയാൽ അവരെ ഒന്നും ശിക്ഷിക്കാൻ കഴിയുന്ന തെളിവില്ലെന്ന് കോടതിക്കറിയാം, അതുപോലെ CBIക്ക് അറിയാം. അപ്പൊ CBI ചെയ്യുന്ന കാര്യം എന്താ? വിചാരണയില്ലാതെ ശിക്ഷിക്കുക. ഇങ്ങനെയൊരു കേസ് എവിടെയെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിൽ ഇങ്ങനെയൊരു ജാമ്യ വ്യവസ്ഥ അനന്തമായിട്ടുണ്ടോ? ഇപ്പോൾ അവർ സാക്ഷികളെ സ്വാധീനിക്കുമെന്നല്ലേ പറയുന്നത്. അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന് ഇടയാക്കിയ സാക്ഷിപ്പട്ടിയിലെ സാക്ഷികൾ ഇപ്പൊ എറണാകുളത്താണുള്ളത്. അപ്പോൾ CBI യഥാർത്ഥത്തിൽ വിചാരണയില്ലാതെ ശിക്ഷിക്കുക, ഇതാണ് CBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എം വി ജയരാജൻ നേരത്തെ കെ സുരേന്ദ്രൻ അതിന് മറുപടി നൽകിയല്ലോ. CBI കോടതി തെറ്റായ വിധത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയിൽ പോകാം. മേൽക്കോടതി പോകും, അതിലൊരു തർക്കമില്ല. മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ പോകും, ജനങ്ങളുടെ മുമ്പിൽ പോകും. ഇദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി ഡിവിഷൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നതാണെന്ന്. ആ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷം. ഞങ്ങൾ പോലും കണക്കൂട്ടാത്ത ഭൂരിപക്ഷമാണ്. ചിള്ളക്കര വാർഡുണ്ടല്ലോ, 70% വോട്ടാ ചന്ദ്രശേഖരന് കിട്ടിയ. ആ വീടുകളിൽ ചന്ദ്രശേഖരന്റെ കൂടിയൊക്കെ പോയതാ ഞങ്ങൾ. ജനങ്ങൾ ക്രിമിനലായിട്ടല്ല സ്വീകരിച്ചത്. നാടുകടത്തപ്പെട്ട, ജയിലിലടക്കപ്പെട്ട, നിരപരാധികളായ, നീതി നിഷേധിക്കപ്പെട്ട 2 മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയമാണ്. ശ്രീ JR പത്മകുമാർ, നേരത്തെ എം വി ജയരാജൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. RSSകാർ, ഇരിങ്ങാലക്കുടക്കാരൻ ഒരു പ്രചാരകൻ ആസൂത്രണം ചെയ്ത കൊലപാതകമാണിത് എന്നാണ് CPM പറയുന്നത്. CPM വെറുതെ പറയുന്നതല്ല, അതിന് ഫസലിൻ്റെ ബന്ധുക്കളുടെ പോലും സാക്ഷ്യപത്രമുണ്ട്. അല്ല, ബന്ധുക്കളുടെ സാക്ഷ്യപത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാതെ തന്നെ ജയരാജന് നല്ലവണ്ണം അറിയാമല്ലോ. കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ആളുകൾ മരിക്കുന്നതെല്ലാം ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ആവിയായി പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് ആകുന്നു. ചന്ദ്രശേഖരൻ മരിച്ചത് അങ്ങനെയാണല്ലോ. 51 വെട്ട് അദ്ദേഹം സ്വന്തമായിട്ട് വെട്ടി മരിക്കുകയല്ലേ ചെയ്തത്. പന്നൂർ ചന്ദ്രൻ മരിച്ചത് അങ്ങനെയല്ലേ, ജയകൃഷ്ണൻ മഹാരാഷ്ട്ര മരിച്ചത് അങ്ങനെയല്ലേ. ജയരാജൻ അതൊക്കെ പറയും. ഇപ്പോൾ അവർക്ക് പറ്റിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ ചില കൊലപാതകങ്ങൾ നടത്തിയിട്ട് അത് RSSന്റെ മണ്ടയിൽ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അത് പാളിപ്പോയി. അതാണ്
നടന്നതാണല്ലോ ഈ ഫസൽ വേദ കേസിലും ഉണ്ടായ സംഭവം. ആ സംഭവത്തിൽ ആ പ്രതി അവിടെ രക്തപുരണ്ട തുണി കൊണ്ടുവന്ന് RSSകാരന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തിയില്ലേ? TP ചന്ദ്രശേഖരന്റെ സംഭവം നടന്നതിന് ശേഷം ഇന്നോവ കാറിൽ അറബിലുള്ളൊരു സൂക്തം എഴുതി വെച്ചിട്ട് ഒളിച്ചുകൊണ്ടിട്ടില്ലേ? അതും എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം അല്ലാതെ മുസ്ലിം വർഗീയവാദികൾ കൊന്നതാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തിയില്ലേ? അപ്പൊ ഇതൊക്കെ പരാജയപ്പെട്ട സ്ഥലത്ത് ഇനി കോടതിയെ കൂടെ പരാജയപ്പെടുത്താനും കബളിപ്പിക്കാനും ഒരു ശ്രമം നടത്തി, ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ നടത്തിയ ഒരു ശ്രമം ഇന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ എളിഭ്യതയാണ് അദ്ദേഹം ഇപ്പോൾ ഈ കാണിക്കുന്നത്. പക്ഷേ MV ജയരാജൻ, ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ CPM അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർ വിജയിപ്പിക്കാറുണ്ട് എന്ന് കരുതി അവരെ ഇങ്ങനെ ഉപയോഗിക്കാമോ? ഒരു സ്ഥാനാർത്ഥിയെ നൽകുക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കുക, മുനിസിപ്പൽ ചെയർമാനാക്കുക, എന്നിട്ട് അവരെ പിൻവലിക്കുക, ഇതിൻ്റെയൊക്കെ ആഘാതം സാധാരണക്കാരായ ആളുകളിലല്ലേ എത്തുക? രാഷ്ട്രീയം കളിച്ചോളൂ, അതിനകത്ത് ചിലപ്പോൾ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ആ അക്രമങ്ങളെയൊക്കെ തന്നെയും ഒരു പരിധിവരെ ജനങ്ങൾ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ CPM-ന് മേലുള്ള വിശ്വാസം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേലുള്ള വിശ്വാസം, അത് മുതലെടുക്കുകയാണ് പാർട്ടി CPIM. ഒരിക്കലുമല്ല. ഈ ചോദ്യം നികേഷിൻ്റെയും എൻ്റെയും പൂർവികന്മാർ ചോദിച്ച ചോദ്യമുണ്ട്. പാട്യഗോപാലൻ മത്സരിക്കുമ്പോൾ ജയിലിലായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടു. ജനങ്ങൾ വിഡ്ഢികളായിട്ടല്ല, ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. യഥാർത്ഥത്തിൽ പാട്യഗോപാലൻ അന്ന് ജയിലിൽ അടച്ചത് രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു. ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടച്ചു. അവിടെ ഈ മനുഷ്യാവകാശ ലംഘന പ്രശ്നമായിരുന്നു. ജനങ്ങൾ വിഡ്ഢികളാണെങ്കിൽ T. പത്മനാഭനെ പോലെയുള്ള പ്രമുഖ സാഹിത്യകാരൻ, കാരായി രാജനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളക്കേസിൽ കുടുക്കപ്പെട്ടു, കമ്മ്യൂണിസ്റ്റായിപ്പോയി എന്ന ഒറ്റ കാരണത്താലാണ് എന്ന തിരിച്ചറിവാണ്. പക്ഷേ MV ജയരാജൻ ഒന്നിടപെടുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരായി രാജൻ നിരപരാധിയാണ്, കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ 5 വർഷം ധാരാളം മതിയായിരുന്നു മേൽക്കോടതിയിലേക്ക് പോകാൻ. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോകാതെ അതിനെ മറികടക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മേൽക്കോടതിയിൽ പോകാനുള്ള സമയം ഉണ്ടായിട്ട് പോയില്ല എന്ന് മാത്രമല്ല, മേൽക്കോടതിയിൽ പോകാതെ ജുഡീഷ്യറി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൽ അവിശ്വാസത്തിൻ്റെ നിഴൽ വീഴ്ത്താൻ K. സുരേന്ദ്രന് കഴിയുന്നത്. അല്ല, ഒരിക്കലുമല്ല. കോടതികളിലെ മുഴുവൻ മേലെയും പോയിട്ടുണ്ട്, സുപ്രീം കോടതിയിലും പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്രയും ദീർഘകാലം 5 വർഷം ജയിലിലും നാടുകടത്തപ്പെട്ടതുമായ ഒരു സംഭവം നിങ്ങൾ പറയും. എത്രയോ ആളുകൾ കൊലക്കേസിൽ പ്രതിയായിട്ടുണ്ട്. CBI തന്നെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. എവിടെയുണ്ട് ഇത്രയും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യന്മാർ? കമ്മ്യൂണിസ്റ്റായി പോയി എന്ന ഒറ്റ കാരണത്താലല്ലേ? സമ്പന്നനായ ചിലർ കൊലപാതക കേസിൽ പ്രതിയായിട്ടുണ്ട്, എന്നാൽ പക്ക ക്രിമിനലും പ്രതിയായിട്ടുണ്ട്, അറിയപ്പെടുന്ന ക്രിമിനലുകൾ. അവരെല്ലാം ഈ 28 മാസക്കാലം മറ്റൊരു നാട്ടിൽ കഴിയേണ്ടി വന്ന ജാമ്യ വ്യവസ്ഥ ഏതെങ്കിലും ഒരു കേസിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇവിടെയാണ് പൗരസ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. എത്രയോ വിചാരണ തടവുകാർ ജയിലിൽ കഴിയുന്നു. എവിടെ അവർക്ക് നീതി? വിചാരണ നേരത്തെ നടത്തിയാൽ, ഇപ്പൊ നടത്തിയ അടുത്തയാഴ്ച വെറുതെ വിടുന്നവരാണിവർ. ഒരു തെളിവുമില്ല ആ കേസിൽ മുഴുവൻ. എന്താ CBIയുടെ കയ്യിലുള്ള കേസ് ഡയറി എന്നറിയോ? ഞാൻ വായിച്ചു നോക്കി, രേഖയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം അനുവദിക്കാത്തതുകൊണ്ട് അത് ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്റെ രേഖയിൽ ഞാൻ കോട്ട് ചെയ്യാതെ തന്നെ ഉദ്ധരിച്ച് പറയട്ടെ. ഈ രേഖയിൽ പറയുന്ന കാര്യം എന്താ? ഇതിൽ പറയുന്ന ഒരിടത്തെ മൊഴി, RSSകാരനായ ഒരാൾ ഈ ഫസലിനെ, എടാ നിനക്ക് വെച്ച കത്തിയായത്, ഇതാ നമ്മളെ ചൊക്ലി തലശ്ശേരി ഭാഷയുണ്ട്, ഇത് അണച്ചു വെച്ചിരിക്കുകയാണ് നിനക്കെതിരായിട്ട്. അതാണ് ഈ രേഖയിൽ പറഞ്ഞത്. അങ്ങനെ കള്ളക്കേസെടുത്ത ഒരു കാര്യത്തിൽ 5 വർഷക്കാലം ജയിലിലും നാടുവിട്ടും പോകേണ്ടുന്ന പൗരസ്വാതന്ത്ര്യ നിഷേധത്തിന് ആര് സമാധാനം പറയും? ശ്രീ K. സുരേന്ദ്രൻ, നമ്മൾ ഈ നിയമവ്യവസ്ഥ മേൽക്കോടതിയിൽ പോയിക്കൂടെ എന്നൊക്കെയുള്ള നമ്മുടെ ചോദ്യമുണ്ടല്ലോ, ഇതൊന്നും പലപ്പോഴും നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അബ്ദുൾ നാസർ മദനിയുടെ കാര്യത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 8 വർഷത്തോളമോ അതിലധികമോ വിചാരണ തടവുകാരനായി ശിക്ഷിക്കപ്പെട്ടു, പിൽക്കാലത്ത് ഇറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നു. കേസുകൾ ഒന്നൊന്നായി പരിഗണിക്കപ്പെടുന്നു എന്നല്ലാതെ അതൊന്നും തന്നെ
നീതി കിട്ടുന്നില്ല. സമാനമായ വിധത്തിലാണ് മറ്റ് നിരവധി കൊലക്കേസുകൾ കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ട് പോലും കാരായി രാജൻ്റെയും കാരായി ചന്ദ്രശേഖരൻ്റെയും കാര്യത്തിൽ മാത്രമാണ് 28 മാസമായിട്ടുള്ള ഈ നാടുകടത്തൽ. എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നു, അതിലെ പ്രതികളൊന്നും ആ നിലയിൽ നാടുകടത്തപ്പെടുന്നില്ലല്ലോ. ഈ നിലയിൽ മനുഷ്യാവകാശ ലംഘനം അവർക്ക് നേരിടേണ്ടി വരുന്നില്ലല്ലോ. ഈ വിഷയത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇത് CPM-നുള്ള ഏറ്റവും വലിയ പരാജയമാണ്. വേറെ ഒരു കേസിനും സംഭവിക്കാത്തത് കാരായി രാജൻ്റെയും കാരായി ചന്ദ്രശേഖരൻ്റെയും വിഷയത്തിൽ സംഭവിച്ചു എന്ന് ബഹുമാന്യനായ ശ്രീ MV ജയരാജൻ പറയുമ്പോൾ CPM ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥത കാണിച്ചില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും ആളുകൾക്ക് വന്നു ചേരും. ബാക്കി എല്ലാ വിഷയത്തിലും ഇതുപോലെ അല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കാരായി രാജൻ്റെയും കാരായി ചന്ദ്രശേഖരൻ്റെയും മനുഷ്യാവകാശ ലംഘനമാണ് ഇത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് CBIയുടെ മുമ്പാകെ, കോടതിയുടെ മുമ്പാകെ, കോടതിയെ വെല്ലുവിളിച്ച് പോകുന്ന ഈ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാഞ്ഞത് എന്നൊരു മറുചോദ്യമാണ് അങ്ങോട്ട്. ഒന്ന്. രണ്ടാമത്തത്, ഒരു മിനിറ്റ് എനിക്ക് തരണം. ശ്രീ MV ജയരാജൻ എപ്പോഴും DCC പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് പറയും ഒരു സ്വയം ചികിത്സ നടത്തണമെന്ന്. ഏത് വിഷയത്തിലാണ്? മമ്പറം ദിവാകരനെ കോട്ട് ചെയ്താണ് ഈ ജയരാജൻ പറയാറ്. മമ്പറം ദിവാകരൻ എന്ന് പറയുന്ന KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ, എൻ്റെ ബഹുമാന്യനായ നേതാവ്, അദ്ദേഹം ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. 1972 8 കൊല്ലം കേസ് കഴിഞ്ഞു. 1980 വിധി വന്നു. 6 കൊല്ലം അദ്ദേഹത്തെ ശിക്ഷിച്ചു. 3 കൊല്ലം 8 മാസം അദ്ദേഹം ജയിലിൽ കടന്നു. അദ്ദേഹം ജയിൽ മോചിതനായി. നിയമാനുസൃതം ജയിൽ മോചിതനായാൽ ഒരാൾക്ക് മത്സരിക്കാൻ 6 കൊല്ലം കാത്തിരിക്കണം. ഇദ്ദേഹം 6 കൊല്ലം കാത്തിരുന്നിട്ടാണ് 1995 ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. 2011 നിയമസഭയിലേക്ക് മത്സരിച്ചു. ഇതിലെന്താ തെറ്റ്? ഇതെവിടെയാ സ്വയം ചികിത്സ? എവിടെയാണ് മമ്പറം ദിവാകരൻ എന്ന് പറയുന്ന എന്റെ നേതാവിനെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കെ സുരേന്ദ്രൻ, കടക്കുമ്പോൾ തന്നെ ശ്രീ MV ജയരാജന്റെ വാദം ശരിയാവുകയാണ്. ഇവിടെ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഒരു വിലക്കുമില്ല അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി. ആ നിയമപരമായ വിലക്കില്ലാത്തപ്പോൾ തന്നെ ഞാൻ MV ജയരാജനെ ചോദ്യം ചെയ്തത് അതിൽ ധാർമ്മികതയില്ലേ എന്നാണ്. ആ ധാർമ്മികതയ്ക്കുള്ള മറുപടി എന്നോണമാണ് ശ്രീ MV ജയരാജൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ സ്വയം ചികിത്സ നടത്തുകയാണ് വേണ്ടത് എന്ന്. ഒരു കേസിൽ കോടതി ശിക്ഷിച്ച ആൾ, ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നയാൾ എന്ന് പറയുമ്പോൾ കുറ്റവാളി എന്ന് നമുക്ക് വിധി കൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ധാർമ്മികത മതി യഥാർത്ഥത്തിൽ കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും മത്സരിപ്പിക്കാൻ. മിസ്റ്റർ നികേഷ്, നിങ്ങൾ ആ കാര്യം എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ നിയമവ്യവസ്ഥയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. നിയമവ്യവസ്ഥയുടെ വിഷയം എന്താണ്? ജയിൽ മോചിതനായി വന്നൊരാൾ 6 മാസക്കാലം വരെ മത്സരിക്കാൻ പാടില്ല എന്ന നിലവിലുള്ള നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു. 6 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മത്സരിക്കുന്നത്. 6 വർഷക്കാലം കഴിഞ്ഞിട്ട് നിയമപരമായി മത്സരിച്ചാൽ എന്താണ് തെറ്റ്? മമ്പറം ദിവാകരനെ സംബന്ധിച്ചിടത്തോളം നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി എത്രയാണോ ആ കാലാവധി പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാനാകൂ. അതൊരു ഇളവായി കോൺഗ്രസ് പാർട്ടി കരുതേണ്ട. നമ്മളിവിടെ ധാർമ്മികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ധാർമ്മികത ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളെ സ്ഥാനാർത്ഥിയാക്കിയ നിങ്ങളാണോ CPM-ന് ധാർമ്മികത പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ശ്രീ MV ജയരാജൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയായ ചോദ്യം തന്നെയാണ്. അല്ലല്ല, ഒരിക്കലും അത് ശരിയായ ചോദ്യമല്ല. എങ്ങനെയാണത് ഒരിക്കലും അത് ശരിയായ ചോദ്യം എങ്ങനെയാ പറയാ? ഒരു അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുമോ? എത്രയേറെ ആളുകൾ ജയിലിൽ കിടന്ന് ജയിൽ മോചിതരായി നമ്മുടെ രാജ്യത്ത് മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ശരി, ശ്രീ JR പത്മകുമാർ, CBIയെ വലിയ രീതിയിൽ RSS തങ്ങളുടെ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം കൂടുതലായി ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. കൂടുതലായി വരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. രാജ്നാഥ് സിംഗ് കണ്ണൂരിൽ വരുന്നു. മനോജ് വധം കഴിഞ്ഞപ്പോഴേക്കും ഉടനെ CBI അന്വേഷണം ഉത്തരവിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് കേരളത്തിലെത്തുന്നു. അപ്പോൾ മനോജിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ ചെന്ന് കാണുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടതിന് ശേഷം CPM-ൻ്റെ നേതൃത്വം ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് വരുന്നു. ഇപ്പോൾ P ജയരാജനെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിയാക്കിയിരിക്കുന്നു. വലിയ തോതിൽ CPM-നെ ഒന്ന്
സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം RSSന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യമാകും അല്ലേ? അതിനകത്ത് കൃത്യമായ അല്ലെങ്കിൽ ഒരുപക്ഷെ നിയമപരമായി ഈ നടപടികൾ എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും കുറെ കൂടി ഒന്ന് കുരുക്കിയിരിക്കുന്നു CPM-നെ, കുറെ കൂടി ഒന്നുകൂടി സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു CPM-നെ. ഈ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കാരായി ചന്ദ്രശേഖരന്റെയും കാരായി രാജന്റെയും കേസ് CBI അന്വേഷണം നടത്തുമ്പോൾ BJP അല്ലല്ലോ കേന്ദ്രത്തില്. അപ്പോൾ കേന്ദ്രത്തിൽ BJP എന്നല്ല. ഇപ്പോൾ ഓരോ കേസിലും ഈ പിടിക്കപ്പെടും എന്നറിയുമ്പോൾ, കള്ളി പുറത്താകുമെന്നറിയപ്പോൾ, പാർട്ടിയുടെ നേതാക്കന്മാർ യഥാർത്ഥ കുറ്റവാളികൾ അകത്താകുമെന്ന് അറിയുമ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈനാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ചെറിയൊരു ചോദ്യം. ഈ ജയരാജൻ പറയേണ്ടത് ഈ ചന്ദ്രശേഖരനും കാരായി രാജനും ഈ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടതാണോ? അല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. FIR എടുത്തു, കേസ് പ്രതിയായി, ജയിൽ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ജയിലിൽ കിടക്കുന്ന സമയത്ത് ജാമ്യത്തിലുള്ള നിബന്ധന പ്രകാരം എറണാകുളത്ത് മാറി താമസിക്കുകയാണ്. ജയിൽ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിലാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കുന്നു എന്ന് പറയണം. സ്വാഭാവികമാണല്ലോ നമ്മളൊരു കൊലക്കേസിൽ പ്രതിയാവുമ്പോൾ ഉള്ളത്. പക്ഷേ ആ നിലയിലുള്ള സമ്മർദ്ദം നേരത്തെ ശ്രീ ജയരാജൻ, ശ്രീ JR പത്മകുമാർ പറയുന്നത് അതാണ്. അതായത് കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും UPA-യുടെ ഭരണകാലത്താണ് CBI കേസിൽ പ്രതിയായിരിക്കുന്നത്. അവരുടെ ഭരണകാലത്താണ്, അതായത് UPA-യുടെ ഭരണകാലത്താണ് അവരെ എറണാകുളത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. P. ജയരാജൻ്റെ കാര്യത്തിൽ ഈ ഭരണകാലത്ത് CBI എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ. സ്വാഭാവികമായും നിയമപരമായ നടപടികൾ ഒരേപോലെയാണ് എന്നുള്ളതാണ് UPA-യുടെ ഭരണകാലത്തും RSSന്റെ ഭരണകാലത്തുമുള്ള നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതൊരു തുടർച്ചയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. CBI-യെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൂട്ടിലിട്ട തത്തിയാക്കി, എന്നാൽ BJP-യുടെ ഭരണകാലത്ത് ചങ്ങലക്കിട്ട പട്ടിയാക്കി. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി വാദത്തിന് അദ്ദേഹം ഒരു കാര്യം നിരത്തിയത് കൊണ്ട് ചോദിക്കാം. ആ പൊയിലൂർ കേസിൽ, ചിറ്റാരിപ്പറമ്പ് കേസിൽ RSSകാർ പ്രതികളാണ്. ആ RSSകാർക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? UAPA വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയാൽ ജാമ്യം കിട്ടാൻ പാടില്ലല്ലോ. എങ്ങനെ കിട്ടി എന്നുള്ളത് പത്മകുമാർ പരസ്യപ്പെടുത്തു. അപ്പോൾ പ്രോസിക്യൂഷനും കോൺഗ്രസും BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമല്ലേ? അപ്പോ നാം കാണേണ്ട കാര്യം, കാരായി രാജനും ചന്ദ്രശേഖരനും കമ്മ്യൂണിസ്റ്റുകാരാവുമ്പോ നീതി നിഷേധം, RSSകാർ പ്രതികളാവുമ്പോ ജാമ്യം എളുപ്പത്തിൽ. എങ്ങനെയുണ്ട്? ഇതാണ് നീതി നിഷേധം. ഇതാണ് നമ്മൾ രാഷ്ട്രീയമായ പക്ഷപാതിത്വമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, NDF-ന്റെ നേതാവാണ് അനസ്, ബ്ലോക്ക് പഞ്ചായത്താണ്, അതും UAPA-യാണ്, NIA അന്വേഷിച്ചതാണ്. അവർക്ക് ജാമ്യം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിക്കാം. ഇദ്ദേഹം പറഞ്ഞല്ലോ മമ്പർ ദിവാറിന്റെ കാര്യം. മമ്പർ ദിവാരൻ ശിക്ഷിച്ച കൊലയാളി, എന്നാൽ രാജനോ കൊല കേസിലെ ആരോപിതനായ പ്രതി. കൊലയാളിക്ക് മത്സരിക്കാം, എന്നാൽ കൊലക്കേസിൽ ആരോപിതനായ പ്രതിക്ക് നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ മത്സരിച്ചുകൂടാ. എന്താ ഈ പറയേണ്ടത്? അക്കാര്യത്തിൽ CPM-നെ തന്നെയാണ് ഇത് കേൾക്കുന്നവരെല്ലാം കുറ്റപ്പെടുത്തുക. എന്തിനാണ് ഇത്രയധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടി ഇങ്ങനെ ആരോപിതനായ ഒരു വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു, അവരെ ഭാരവാഹിയാക്കുന്നു എന്നുള്ളത്? മുൻകാലങ്ങളിൽ CPM ഏത് നിലയിലാണോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തനായത്, അത് ഈ തരം ധാർമ്മികത പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചതുകൊണ്ടാണ്. ഇടതുപക്ഷം ജനങ്ങൾക്ക് കുറെ കൂടി സ്വീകാര്യമായത് ഇത്തരത്തിലുള്ള ധാർമ്മികത മുന്നിൽ വെച്ചതുകൊണ്ടാണ്. അവിടെ ഒരു RSSകാരനെയും ഒരു മമ്പ്രം ദിവാകരനെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവർ അത് ചെയ്തില്ലേ, ഞങ്ങൾക്കിത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ്. അതിലെ ധാർമ്മികത എന്താ ചോദിച്ചാൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെ ധാർമ്മികതയാണ്. എന്ന് പറഞ്ഞാൽ 28 മാസം സ്വന്തം മക്കളെ കാണാതെ, സ്വന്തം കുടുംബത്തെ കാണാതെ, കുടുംബം എങ്ങനെ കഴിയുന്നു എന്ന് പോലും നോക്കാൻ കഴിയാതെ 2 സഖാക്കൾ അവിടെ കഴിയുമ്പോൾ അതൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയാണ് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ധാർമ്മികമായ ഒരു കാര്യം. അവർ ജനങ്ങളുടെ മുമ്പിൽ വരുന്നു, ജനവിധി മാനിക്കുന്നു, ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു, ജനവിധിയിലൂടെ
ഇതുവരെ അവർ കൊലയാളികളാണെന്ന് പറഞ്ഞ ആരോപണങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന ആ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടായതാണ് ആ ധാർമ്മികത. സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റുകാരൻ തുടർച്ചയായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പുതുതായി പൊട്ടിമുളച്ചതല്ല എന്നും ഇവർക്ക് മുൻകാലാനുഭവങ്ങളുണ്ട് എന്നും അതാണ് പട്ടം ഗോപാലിനടക്കമുള്ള ഉദാഹരണങ്ങൾ ശ്രീ എം വി ജയരാജൻ ചൂണ്ടിക്കാണിച്ചതും. കണ്ണൂർ ജില്ലയിൽ ആദ്യം കോൺഗ്രസ്സുകാരാലും പിന്നീട് RSSകാരാലും തുടർച്ചയായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെയെങ്കിലും വെച്ച് അവസാനിക്കുന്നില്ല എന്നും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളായി കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും കാണണമെന്നും 28 മാസമായി സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരെക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കർത്തവ്യം എന്ന നിലയിലാണ് അതിനെ ശ്രീ എം വി ജയരാജൻ വിശദീകരിക്കുക. അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കണ്ണൂർ ജില്ലയിലെയും മലബാറിലെയും. ആ പാരമ്പര്യം സ്വാഭാവികമായും ഈ തരത്തിലുള്ള പ്രതിരോധത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ ജയരാജൻ ചൂണ്ടിക്കാണിച്ചതല്ല യഥാർത്ഥത്തിലുള്ള ചിത്രം. ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെയല്ല CPM ആഗ്രഹിച്ചത് എന്നാണ് പൊതുസമൂഹത്തിൻ്റെ തോന്നൽ. ഇവരെ മത്സരിപ്പിച്ച് ഈ പറയുന്നത് പോലെ പാട്യം പോലുള്ള CPMൻ്റെ കൊട്ടക്കൊത്തളത്തിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മത്സരിപ്പിച്ച് ഭൂരിപക്ഷം വാങ്ങി വെളിയിലേക്ക് വന്നാൽ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കോടതിയുടെ ശിക്ഷയും ബാധകമല്ല, എല്ലാം ഒഴിഞ്ഞു പോകും, ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ CPMനെ കൊണ്ട് ഇവരെ ഈ രണ്ട് ആളുകളെയും മത്സരിപ്പിക്കാനിടയാക്കിയത് എന്നാണ് പൊതുവായ ജനങ്ങളുടെ ചിന്ത. ഇവിടെ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയും, ആ കേസിൽ നിന്ന് ഒഴിവായി കിട്ടും, പിന്നെ ഒരു കേസിൻ്റെ പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കേസ് കോടതി ശിക്ഷിച്ചിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചതിൻ്റെ പേരിൽ ശിക്ഷ പോയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? എന്താണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ CPM ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായ റോളാണ് വന്നത്. ഇന്നത്തെ വിഷയം എന്താ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കേണ്ടി വന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസ്തംഭനം തന്നെയാണ്. ഞങ്ങൾ അതാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ കോടതിയിലുള്ളൊരു കേസിൻ്റെ മെറിറ്റിലേക്കല്ല ഞങ്ങൾ പോയത്. അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് UDF കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ CPM ഇന്ന് രാവിലെ മുട്ടുമടക്കേണ്ടി വന്നു. കാരായി രാജനെ കൊണ്ട് രാജി വെപ്പിക്കേണ്ടി വന്നു. മറുപടി വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2-3 മാസമായിരിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ 2-3 മാസം മരവിപ്പിച്ച് നിർത്തിയതിന്റെ ഉത്തരവാദിത്തം CPM ഏറ്റെടുക്കണം. ഒരു ഭരണസ്തംഭനം ഉണ്ടായിട്ടില്ല. അത് നമ്മളെ സുരേന്ദ്രന്റെ മനസ്സിൽ സ്തംഭനം ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്താ? ഇടതുപക്ഷം 72% പഞ്ചായത്തുകൾ ഭരിച്ചു. ഇവർ കഴിഞ്ഞ തവണ ജയിച്ച 5 പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. അപ്പൊ മനസ്സിന് സ്തംഭനം ഉണ്ടായിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു സ്തംഭനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ജൈവ പച്ചക്കറി ആ രാജന്റെയൊക്കെ മിടുക്ക് നിങ്ങൾ അവിടെയാണ് കാണേണ്ടത്. ഞാൻ വെറുതെ പറയല്ല, എത്രയോ കാലമായി അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് രാജൻ. ആ രാജൻ മുൻകൈയെടുത്ത് ഉള്ള സമയത്ത് ജൈവ പച്ചക്കറിയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഈ നാടിന് വിഷരഹിത പച്ചക്കറിയാണ് കൊടുക്കാൻ പോകുന്നത്, സമ്പൂർണ്ണ ജൈവ പച്ചക്കറി. ആ പദ്ധതിക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് രാജനെ അഭിനന്ദിക്കാൻ എൻ്റെ സുരേന്ദ്രൻ ഒന്ന് പറയണം. എന്താ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളവർ ആ ചന്ദ്രശേഖരനൊക്കെ എത്രയോ കാലമായി തലശ്ശേരിയുടെ എല്ലാ പൾസും അറിയുന്നവരാണ്. അവരൊന്നും ഒരു കൊലയും നടത്തിയിട്ടില്ല, ഒരു തെറ്റും നടത്തിയിട്ടില്ല. അത് ഉത്തമ ബോധ്യമുള്ള ജനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടി പത്മനാഭൻ അടക്കമുള്ളവർ അവരെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം അവർ കൊലയാളികളായി നിങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തമ ബോധ്യം എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. നിയമവ്യവസ്ഥയ്ക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. CPM കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കൊലപാതകവും നടത്തിയതായി പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ടാകില്ല. പക്ഷെ ചരിത്രം അതല്ല, നിയമവ്യവസ്ഥ അതല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിയമവ്യവസ്ഥയുടെ അന്തിമ തീർപ്പിന് CPM കാത്തിരിക്കേണ്ടിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തെ മരവിപ്പിച്ച് നിർത്താൻ പാടില്ലായിരുന്നു എന്ന്. ജില്ലാ പഞ്ചായത്ത് ഭരണത്തെ മരവിപ്പിച്ച് നിർത്തിയില്ലെന്ന് മാത്രമല്ല, നീതി വ്യവസ്ഥയോട് ആദരവ് കാട്ടിയത് കൊണ്ടാണ് ഇതുപ്രകാരം യഥാർത്ഥത്തിൽ ഹർജി കൊടുത്തത്. ആ ഹർജി കൊടുക്കുമ്പോൾ അതിലെഴുതി, നികേഷിനറിയാലോ, നോമിനേഷൻ കൊടുക്കാൻ കോടതിയുടെ അനുവാദം വേണ്ട. എന്നാൽ
ആ ഹർജിയിൽ എഴുതുന്നത് എന്താ? എനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് കണ്ണൂരിൽ പോകാൻ അനുവാദം നൽകണം. എന്താ കോടതി അതിൽ എഴുതിയത്? കണ്ണൂരിലേക്ക് പോകാൻ അനുവാദം നൽകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ. നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന ആദരവാണ്. അപ്പോ നിയമവ്യവസ്ഥയോട് ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം ജുഡീഷ്യറി എന്താ ഇങ്ങനെ? UAPA കേസ് ചിറ്റാരിപ്പറമ്പിൽ ജാമ്യം, കതിരൂരിൽ ജാമ്യമില്ല. UAPA കേസ് അനസിന് ജാമ്യം, നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നാം തിരിച്ചറിയേണ്ട കാര്യം, മനുഷ്യാവകാശ ലംഘനമുണ്ട്, പൗരസ്വാതന്ത്ര്യ ലംഘനമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ശരി. ശ്രീ JR പത്മകുമാർ, പി ജയരാജനെതിരെ UAPA ഒരു തീവ്രവാദിയെ പോലെ കൈകാര്യം ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലും മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റിനെയോ CPMന്റെ ജില്ലാ സെക്രട്ടറിയോ പ്രതിയാക്കിയിട്ടില്ല. ഇതാദ്യമായിട്ട് വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നാട് കടത്തുന്നു. ജനപ്രതിനിധിയാണ് എന്നറിഞ്ഞിട്ട് പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ CBI കോടതിയെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടാവുക. ഈ രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടാകുമ്പോൾ അത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വരും എന്നുള്ള പ്രത്യാഘാതവും മനസ്സിലാക്കുക. അല്ല, ജനപ്രതിനിധി ആയതിനു ശേഷം അദ്ദേഹം പ്രതിയായതല്ല, പ്രതിയായതിനു ശേഷം ജനപ്രതിനിധി ആക്കിയെടുത്തതാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം മനസ്സിലാവില്ല. ജയരാജൻ ഇപ്പോൾ വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. പച്ചക്കറി കൃഷിയെക്കുറിച്ച്, നമ്മുടെ കാരായിരാജന്റെ പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറഞ്ഞത്, ഈ പൗൾട്രി ഫാം നടത്തുന്നവൻ ഈ കോഴിത്തീറ്റ കമ്പനി നടത്തുന്നത് പോലെ ഉള്ളൂ. അത് കാര്യം കോഴിത്തീറ്റ കമ്പനി നടത്തുന്നത് പൗൾട്രി ഫാം കോഴികളെ വളർത്താൻ മാത്രമല്ല, അത് എന്തിനു വേണ്ടിയുള്ള എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് പച്ചക്കറി കൃഷിയിലൂടെ കാരായി രാജനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ കേസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നോക്കുക, ജയിലിനകത്തിട്ട് ട്രയൽ നടത്തുന്ന എത്രയോ കേസുണ്ടല്ലോ. ഇപ്പൊ ഒരു നമ്മുടെ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടിയോ? അകത്തിട്ട് കേസ് നടത്തിയില്ലേ? ഒരു കൊലപാതക കേസിൽ. അങ്ങനെ പല കേസിലും പല രീതിയിലും ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ട്രയൽസ്, ഈ FIR പ്രതിയായി ജയിലിൽ കിടന്ന് ജാമ്യം എടുത്ത സമയത്ത് എന്താ ഇവർ അപേക്ഷ കൊടുത്തത്? കോടതി പറയുന്ന ഏത് കണ്ടീഷനും ഞാൻ അംഗീകരിച്ചു കൊള്ളാം. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമെടുത്തത്. ജാമ്യമെടുത്തതിന് ശേഷം ജാമ്യ വ്യവസ്ഥയിൽ മാറ്റം വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ആ കോടതിയെ അനുവദിച്ചില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം. അതിന് സംബന്ധിച്ചാൽ സുപ്രീം കോടതി പോവാം. ഇതിനെല്ലാം ഓപ്ഷൻ ഉള്ളപ്പോൾ ഈ കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിന് ജനങ്ങൾ ഈ ജനാധിപത്യത്തെ തിരസ്കരിക്കുന്നതിനും ജുഡീഷ്യറിയെ അവഹേളിക്കുന്നതിനുള്ള ശ്രമം നടത്തി. അത് കോടതി കയ്യോടെ പിടിച്ചു. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കോടതിയെ തെറി പറയുക, BJP തെറി പറയുക, CBI തെറി പറയുക. CBIയെ ഭരിക്കുന്ന പാർട്ടിയുടെ യന്ത്രമായി പ്രവർത്തിക്കുമെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? ആ സമയത്ത് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്തതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അനുസരിച്ചതാണ് എന്നുള്ള കാര്യം ജയരാജൻ സംഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയ, കോടതിയെ പറ്റിക്കാൻ നോക്കിയ ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇളിഫിനായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തിയേ പറ്റൂ. ഇത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പിന്നെ ഇവരെ മത്സരിപ്പിക്കണമെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിന്ന് വേറെ സ്ഥലത്ത് താമസിക്കണമെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാം. എറണാകുളം ജില്ലയിലെ വളരെ കാര്യമായി കാരായി രാജന് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ നിയമവ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് കണ്ണൂരിന്റെ കാര്യം മാറ്റിയിട്ട് ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ മത്സരിച്ച് ജനവികാരം ഒന്ന് പരീക്ഷിച്ചു നോക്കാമായിരുന്നല്ലോ. അവസാനമായി ശ്രീ കെ സുരേന്ദ്രൻ, ഇവരുടെ യഥാർത്ഥ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഫൈനൽ എന്ന് വിളിക്കാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ ചീട്ടിറക്കാനുണ്ടാകും. ആ ചീട്ടിൽ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചീട്ടെന്ന് പറയുന്നത് P ജയരാജൻ്റെ അറസ്റ്റാണ്. വലിയ രീതിയിൽ കലുഷിതമാകാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയം, പ്രധാനമായും കണ്ണൂർ രാഷ്ട്രീയം. അല്ല, ഇവിടെ ശ്രീ MV ജയരാജൻ നേരത്തെ ഒരു വിഷയം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിയമത്തിൻ്റെ വഴിയിൽ നിന്നാണ്. കോടതിയിലിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ഒരു ചർച്ച ചെയ്ത് കോടതിയോട് കാര്യങ്ങൾ പറയാനൊന്നും ഈ ഒരു ചർച്ചയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമപരമായ രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ടതാണ്. അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. അദ്ദേഹം മേൽക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി പരിശോധിക്കട്ടെ ജാമ്യം നൽകേണ്ടതാണോ ജാമ്യം കിട്ടേണ്ടതാണോ. അതിൽ ഞങ്ങൾക്കെന്ത് കാര്യം?
അത് CPM തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിച്ചത് ജയരാജന്റെ ഒരു കാര്യമാണ്. ഈ പ്രധാനമായ ജയരാജനെ വാക്കിന് മറുപടി കിട്ടിയില്ല. ഇപ്പോൾ അതായത് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ജയരാജൻ ഹൃദ്രോഗം കാരണം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. CPM ഒരു ജില്ലാ സെക്രട്ടറിയാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ശ്രീ എം വി ജയരാജനോടാണോ എനിക്ക് പറയാനുള്ളത്? പി ജയരാജനെ ഇതിനു മുമ്പും ഇതേപോലെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു തവണ പോലീസ് ചോദ്യം ചെയ്ത ആ സമയത്താണ് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ അക്രമം ഉണ്ടായത്. 138 കോൺഗ്രസ് ഓഫീസുകളെ അടിച്ചു തകർത്തത്. കോൺഗ്രസ് അല്ല അറസ്റ്റ് ചെയ്തത്, കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർത്ത ആ ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കുന്നു. പി ജയരാജന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അറസ്റ്റാണ് ബാക്കിയെങ്കിൽ അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിന് അസുഖം മാറിയിട്ടാണോ അറസ്റ്റ്, അല്ല അസുഖത്തിലാണോ അറസ്റ്റ്, അത് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കേണ്ടതാ. ഞങ്ങൾക്കെന്ത് പറയാൻ പറ്റും? അത് ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ 138 കോൺഗ്രസ് ഓഫീസുകൾ എന്തിനടിച്ചു തകർത്തു? കോൺഗ്രസ് അല്ലല്ലോ പി ജയരാജനെ അറസ്റ്റ് ചെയ്തത്. പിന്നെയും കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർക്കാൻ എന്തിനു പോയി? അതുപോലെ ആയിരിക്കുമോ ഇത്തവണയും RSS ഓഫീസും BJP ഓഫീസും അടിച്ചു തകർക്കാനായിരിക്കുമോ നിങ്ങൾ മുതിരുക? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ചെയ്യുന്നവരുമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ആ ജയരാജന്റെ കൈ വെട്ടി മാറ്റിയില്ലേ RSSകാർ. ആ കൈ എടുത്തിട്ട് ജയരാജൻ വേറെ ആളെ കൊല്ലാൻ പോണ്ടേ? എന്തൊരു വിരോധാഭാസം! ആ ജയരാജനെ പോലെയുള്ള ഒരാളെയൊക്കെ കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ട് പിന്നെ വീണ്ടും വാദങ്ങളാണ്. ഞങ്ങൾ നിയമപരമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ജാമ്യാപേക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. അത് പരിഗണിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാതെ ഞങ്ങൾ വേറെ ഒരു അക്രമത്തിനുമില്ല എന്ന ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കട്ടെ. ഇവിടെ ഇദ്ദേഹം വാദിച്ചു പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് ഭരണസ്തംഭനം, ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ജയം CPM മുട്ടുമടക്കിയത്. കോൺഗ്രസിന്റെ K. സുധാകരൻ തോറ്റത് ഇവിടെ മുട്ടുമടക്കിയിട്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സായുജ്യമടയുന്ന വിധത്തിൽ ഓരോ വാദങ്ങൾ നിരത്തിയാൽ ഒരു മനുഷ്യാവകാശ ലംഘന പ്രശ്നം നാളെ സുരേന്ദ്രന്റെ പാർട്ടിക്ക് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിക്കണം. 5 കൊല്ലായി. അതുകൊണ്ട് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു കൂട്ടർക്ക് ജാമ്യം, മറ്റൊരു കൂട്ടർക്ക് ജാമ്യമില്ല. ഒരു കൂട്ടർക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്, മറ്റൊരു കൂട്ടർക്കില്ല. കമ്മ്യൂണിസ്റ്റായി പോയി എന്ന ഒറ്റ കാരണത്താൽ. അതാണ് രാജന്റെയും ചന്ദ്രശേഖരന്റെയും പ്രശ്നം. ഇപ്പൊ ജയരാജന്റെ പ്രശ്നം എന്താ? ജയരാജന്റെ പ്രശ്നം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ. ഈ കണ്ണൂരിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഈ ഒറ്റ കൈയും കൊണ്ട് ജയരാജൻ ആളെ കൊല്ലാൻ പോകുന്നു? ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരു തെളിവുമില്ലല്ലോ. മാപ്പ് സാക്ഷിയാക്കാൻ വേണ്ടി ആ ഒരു 19ാം പ്രതിയെ കോടതി കൊണ്ടുപോയില്ലേ? ആ കോടതി കൊണ്ടുപോയ പ്രതിയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയില്ലേ? അതൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്. വളരെ നന്ദി ശ്രീ MV ജയരാജൻ, ഒപ്പം തന്നെ ശ്രീ K. സുരേന്ദ്രൻ, JR പത്മകുമാർ എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്.